ധനവകുപ്പിനെതിരെ വിമർശനവുമായി ഭരണപക്ഷ എം.എൽ.എ. മത്സ്യത്തൊഴിലാളികളുടെ വിധവകൾക്ക് നൽകാനുള്ള പെൻഷൻ ധനവകുപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് പി ചിത്തരഞ്ജൻ എം.എൽ.എ. പെൻഷനും വിദ്യാർത്ഥികളുടെ പഠന സഹായ കുടിശ്ശികയും അതിവേഗം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നാണ് സബ്മിഷനിലൂടെ ചിത്തരഞ്ജൻ ആവശ്യപ്പെട്ടത്. 53 കോടി രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം സർക്കാർ നൽകാനുള്ളത്. ഇതിനു പുറമെ മത്സ്യബോർഡിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ വിധവകൾക്ക് നൽകുന്ന വിധവാ പെൻഷനും ധനവകുപ്പ് അനുവദിക്കണമെന്നതാണ് ഭരണപക്ഷ എം.എൽ.എയുടെ ആവശ്യം. കഴിഞ്ഞ മാസം ധനകാര്യ വകുപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഭാഗമായി വാർദ്ധക്യകാല പെൻഷൻ മാത്രമേ അനുവദിക്കാനാവൂ എന്നും വിധവാ പെൻഷനുള്ള ഫണ്ട് ഇനി മുതൽ മത്സ്യ ബോർഡ് കണ്ടെത്തണം എന്ന് ഉത്തരവിറക്കുകയാണ്. 2023 നവംബർ മാസം നൽകി വന്നിരുന്ന ആ കാലം വരെ 22 വർഷക്കാലമായി നൽകി വന്നിരുന്ന പെൻഷൻ പൊടുന്നനെ നിർത്തലാക്കുന്ന നടപടി റദ്ദ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. മത്സ്യത്തൊഴിലാളി വിധവാ പെൻഷൻ അനുവദിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇനിയും 53 കോടിയോളം രൂപ കൊടുത്തു തീർക്കുവാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണെങ്കിലും ഈ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ഈ ജനവിഭാഗത്തെ കൈവേടിച്ചുയർത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതി യാതൊരു തടസ്സം കൂടാതെ മുന്നോട്ട് പോകാനും അവരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖല അടക്കമുള്ള വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന നിലയിലേക്കുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന ഒരു അഭ്യർത്ഥന കൂടി ഈ സബ്മിഷനിലൂടെ മുന്നോട്ട് വെക്കുകയാണ്. തീരദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടുന്നുണ്ട് എന്ന് മേനി നടിക്കുമ്പോഴാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം സഭയിൽ സബ്മിഷനിലൂടെ ഭരണപക്ഷത്തെ എം.എൽ.എ. തന്നെ ഉന്നയിക്കുന്നത് ഏറെ ശ്രദ്ധേയമാകുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം അനുവദിക്കാമെന്നും പെൻഷൻ നൽകാനുള്ള തുക മത്സ്യ ബോർഡ് തന്നെ കണ്ടെത്തേണ്ടി വരുമെന്നതാണ് ധനമന്ത്രിയുടെ വിശദീകരണം. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.